ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് സൗദി മൾട്ടിപ്പിൾ വിസിറ്റിംഗ് വിസേൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റാമ്പിങ്ങിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരു ഡിസപ്പോയിൻറ്റഡ് ആക്കുന്ന ഒരു ന്യൂസാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഫെബ്രുവരി 17 ഞാൻ തഷീർ VFSലേക്ക് ജിമെയിൽ ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ടുള്ള റിപ്ലൈ ആണത്. ഞാൻ അവരുടെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുള്ളത് സിംഗിൾ എൻട്രി വിസിറ്റിംഗ് വിസേൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ വിസ സ്റ്റാമ്പിങ് ചെയ്ത് കിട്ടുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഡൗട്ട്. അപ്പോൾ അവരെനിക്ക് റിപ്ലൈ തന്നതാണിത്. ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇഫ് യു ആർ ഹോൾഡിംഗ് ആൻ അപ്പോയിൻമെൻറ്റ് ഫോർ എ മൾട്ടിപ്പിൾ എൻട്രി വിസ or an appointment for single entry, but the invitation or pre-approval is for a multiple entry, the visa service centers in India are not refusing to accept such applications. Please note that these applications will be processed as a single entry visa with an undertaking signed by the applicant. മൾട്ടിപ്പിൾ എൻട്രി വിസേൻ്റെ അപ്പോയിൻമെൻറ്റ് കയ്യിലുണ്ടെങ്കിൽ കൂടി ഇനി അത് സിംഗിൾ എൻട്രി ആയിട്ട് സ്റ്റാമ്പിങ് ചെയ്ത് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി സ്റ്റാമ്പിങ് ചെയ്ത് കിട്ടാനുള്ളവർക്കൊക്കെ 30 days ആയിട്ട് അത് സ്റ്റാമ്പിങ് ചെയ്ത് വരുമെന്ന് കൺഫേം ആണ്. ഇനിയിപ്പം മൾട്ടിപ്പിൾ എൻട്രി വിസേൻ്റെ പേപ്പർ ഇഷ്യൂ ചെയ്ത പേപ്പർ കയ്യിലുണ്ടെങ്കിൽ കൂടി സിംഗിൾ എൻട്രി വിസേൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്ത് പോയാലും അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റാമ്പ് ചെയ്ത് വരുമ്പം 30 days ആയിട്ടേ അവർ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുള്ളൂ. പിന്നെ സിംഗിൾ എൻട്രി വിസ ആകെ 30 days മാത്രമേ കിട്ടുള്ളൂ. അതിൽ കൂടുതൽ എക്സ്റ്റൻഷൻ കിട്ടും എന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും ഒട്ടും കൺഫേം അല്ല. 30 days മാത്രം കിട്ടാനാണ് ചാൻസ്. ഇനി മൾട്ടിപ്പിൾ വിസിറ്റിംഗ് വിസേൻ്റെ സ്റ്റാമ്പിങ്ങിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ഒന്നില്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ സ്റ്റാമ്പിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സിംഗിൾ എൻട്രി ആയിട്ട് അത് സ്റ്റാമ്പ് ചെയ്ത് കിട്ടൂ. ഫെബ്രുവരി 18 സ്റ്റാമ്പിങ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ വിസ പേജിൽ സിംഗിൾ എൻട്രി ആയിട്ടാണ് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത്. VFS നിന്ന് ആപ്ലിക്കൻസിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡിക്ലറേഷൻ ലെറ്റർ സൈൻ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട്. അതായത് മൾട്ടിപ്പിൾ എൻട്രീൻ്റെ വിസ പേജ് കയ്യിലുണ്ടെങ്കിൽ കൂടി ഇനി സ്റ്റാമ്പിങ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അത് സിംഗിൾ എൻട്രി വിസ ആയിട്ടാണ് സ്റ്റാമ്പ് ചെയ്ത് കിട്ടുകയെന്ന് ആദ്യം പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡിക്ലറേഷൻ ലെറ്ററിൽ അപ്ലിക്കൻസിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്നത്. നമുക്ക് സൗദിയിൽ നിന്ന് കിട്ടിയ വിസ ഡോക്യുമെൻറ്റ്, അതായത് വിസ അപ്രൂവൽ ലെറ്റർ 90 days ആണ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത്. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് സ്റ്റാമ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ സിംഗിൾ എൻട്രി ആയിട്ട് അത് സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ ചിലപ്പം ഓപ്പൺ ആവുമായിരിക്കും. അപ്പോൾ അതുവരെയൊക്കെ വാലിഡിറ്റി കിട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ 30 ദിവസം മാത്രമേ സൗദിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റൂ സിംഗിൾ എൻട്രി ആയിട്ട് സ്റ്റാമ്പ് ചെയ്ത് വന്നാൽ. അപ്പം നല്ലോണം ആലോചിച്ചിട്ട് സ്റ്റാമ്പിങ്ങിന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.